ഹായ് ഹലോ, ഇന്നൊരു കുഞ്ഞൊരു ഹോസ്പിറ്റൽ ഡേയിൽ പോകുന്നൊരു വീഡിയോ ആണ്. ഇന്നെൻ്റെ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ഞാൻ ഉണ്ടാവില്ല. കാരണം ഞാൻ പോകുന്നില്ല കേട്ടോ. കുഞ്ഞിൻ്റെ കൂടെ ഇന്ന് ശാലുവാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അവളാട്ടോ പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 5:30 ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല മഴയാണ്, അതുകൊണ്ടാണ് കേട്ടോ അത്രയും ലേറ്റ് ആയത് തന്നെ. കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പോകുന്ന വഴിക്കും നല്ല മഴയായിരുന്നു. അങ്ങനെ ഇന്ന് ആയൂര് വഴി കറങ്ങിയിട്ടാട്ടോ പോയത്. കാരണം നമ്മൾ പോകുന്ന വഴി വളരെ മോശമാണ്, റോഡ് ഒക്കെ വളരെ മോശമായിട്ട് കിടക്കുന്നുണ്ട്. ആയൂര് വഴി പോകാമെന്ന് വെച്ചു. കാരണം തിരിച്ച് വരുമ്പോഴത്തേക്ക് കുഞ്ഞിന് നല്ല ബുദ്ധിമുട്ടാവുമായിരുന്നു കേട്ടോ. നടുവിനായാലും മൊത്തം കുഴിയൊക്കെ ആയിട്ട് ഇങ്ങനെ റോഡ് കിടക്കുകയല്ലേ. പക്ഷേ ഇവിടുത്തെ റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കുകയാണ്. പക്ഷേ കുറച്ച് നല്ല കറക്കമായതുകൊണ്ട് അങ്ങ് ചെന്നപ്പോഴത്തേക്ക് ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ലേറ്റായി. അതുകൊണ്ട് ടിക്കറ്റൊക്കെ എടുത്തപ്പോഴത്തേക്ക് നമുക്ക് 7 നമ്പർ. നമ്മൾ ആദ്യമേ പോകുമായിരുന്നെങ്കിൽ, അതായത് നേരത്തെ പോകുകയാണെങ്കിൽ നമുക്ക് 1 കിട്ടുമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു ഇവർ രണ്ടുപേരും. അങ്ങനെ പിന്നെ നേരെ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിച്ചു. ഞാൻ എല്ലാ പ്രാവശ്യവും നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകാറാണ് പതിവ്. ഇന്നൊന്നും കൊണ്ടുപോയതൊന്നും ഇല്ല, ഇന്നും ഉണ്ടാക്കിയില്ല. കുഞ്ഞൻ പറഞ്ഞു ഒന്നും വേണ്ട, അവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കുഞ്ഞൻ ഇടിയപ്പവും വെജിറ്റബിൾ കറിയും, ഷാലുമോളാണെങ്കിൽ ചപ്പാത്തിയും വെജ് കറിയായിരുന്നു കേട്ടോ വാങ്ങിച്ച് കഴിച്ചത്. അങ്ങനെ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് നേരെ പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോയി. അടുത്ത് തന്നെ ആയിട്ടോ ക്യാൻറ്റീൻ. അങ്ങനെ പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇരിക്കാൻ സീറ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നീട് ഒരു സീറ്റ് കിട്ടി. അങ്ങനെയൊക്കെയാണ് ഇരുന്നത്. ഞാൻ വിളിച്ചപ്പോഴേക്ക് നിൽക്കുവാണെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ ആരും എഴുന്നേറ്റൊന്നും കൊടുക്കത്തില്ല കേട്ടോ അവിടെ. എവിടെ ആണെങ്കിലും ശരിയാണ്, ഒരു ബുദ്ധിമുട്ട് കണ്ടാലൊന്നും അങ്ങനെയൊന്നും ആൾക്കാരൊന്നും എഴുന്നേറ്റ് കൊടുക്കത്തില്ല. അങ്ങനെ ഡോക്ടറെ കണ്ടു, എക്സ്റേ ഒക്കെ എടുത്തു. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ 6 മാസത്തിന് ശേഷമല്ലേ പോയത്. നോക്കിയപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം 3 സൈഡും ഊറി പിടിക്കുന്നുണ്ട്. പക്ഷേ ഫ്രണ്ട് ഭാഗത്ത്, കമ്പി കിടക്കുന്ന ഭാഗത്ത് ഊറി പിടിക്കത്തില്ലെന്നാണ് അന്നും ഡോക്ടർ പറഞ്ഞത്. ഇപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. ഈ പിന്നെ ബാക്കിൽ ഇങ്ങനെ പൊടിഞ്ഞ് കിടക്കുന്നത്, അസ്ഥികളൊക്കെ അങ്ങനെ തന്നെ കിടക്കുമായിരുന്നല്ലോ, അത് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഊറി പിടിക്കുന്നുണ്ട്. ഇപ്പം ബെറ്ററായി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എയർ കാസ്റ്റ് നിങ്ങൾക്ക് മാറ്റി നടക്കണമെങ്കിൽ നടക്കാം, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സൂക്ഷിക്കണമല്ലോ, എവിടെയെങ്കിലും അറിയാതെ തട്ടേ മുട്ട ചെയ്ത് നല്ല വേദനയായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എയർ കാസ്റ്റ് മാറ്റിയൊന്നും വേണ്ട, അങ്ങനെ തന്നെ നടന്നാൽ മതി. പക്ഷെ ആ ഒരു സാധനം ഇപ്പോൾ ഒത്തിരി നാളായില്ലേ, 3 വർഷത്തോളമായി അതിങ്ങനെ ചീത്തയായി തുടങ്ങി. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് നടക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത്. അപ്പോൾ ഇതൊക്കെ